നമസ്കാരം. ചിനാബ് നദിക്ക് കുറുകെ സാവൽകോട്ട് അണക്കെട്ട്, ഉടമ്പൂർ, റമ്പൻ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി ജമ്മു കാശ്മീരിൻ്റെ ഊർജത്തിന് എന്നതിനപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയവും കൂടിയാണിത്. 1856 മെഗാവാട്ടിൻ്റെ പ്രോജക്റ്റാണിത്. 2 ഘട്ടങ്ങളായാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് കോർപ്പറേഷൻ ഇതിനു വേണ്ടിയിട്ടുള്ള ടെൻഡറുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കേവലം ഒരു ജലവൈദ്യുത നിർമ്മാണ യൂണിറ്റ് മാത്രമല്ല, പടിഞ്ഞാറൻ നദിക്ക് മുകളിൽ ഇന്ത്യയുടെ ഒരു അവകാശ സ്ഥാപനം കൂടിയാണിത്. പാകിസ്ഥാൻ്റെ കാർഷിക മേഖല പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് സിന്ധുവിൻ്റെ ഈ പടിഞ്ഞാറൻ നദികളെയാണ്. പഞ്ചാബിലെ 90% കൃഷിയിടങ്ങളും, പഞ്ചാബിലെ 90% കൃഷിയിടങ്ങളും ഈ നദിയുടെ ജലത്തെ ആശ്രയിച്ചാണ് അവരുടെ കാർഷിക മേഖല നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു പദ്ധതി നിലവിൽ വന്നാൽ പാകിസ്ഥാൻ്റെ കാർഷിക മേഖലയിൽ ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. കരാർ ലംഘിക്കാതെയാണ് ഇന്ത്യ ഈ പദ്ധതി തയ്യാറാക്കുന്നത്. പക്ഷേ വരൾച്ചയുടെ കാലത്ത് പാകിസ്ഥാനിന് ഇത് വലിയൊരു പണി തന്നെയാകും എന്ന ഉറപ്പാണ്. പാകിസ്ഥാനിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഈ ഡാം കാരണം ഉണ്ടാകും എന്ന ഉറപ്പാണ്. വരൾച്ചാ സമയങ്ങളിൽ പാകിസ്ഥാന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്കൽദൂർ, കിരു, റാറ്റിൽ, കോർ പദ്ധതികൾ പാകിസ്ഥാനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിൽ തന്നെ ആഴ്ത്തുമെന്ന് ഏകദേശം ഉറപ്പാണ്. 1000-ൽ-അധികം മെഗാവാട്ട് ശേഷിയുള്ള ഈ പ്രോജക്റ്റ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഒരു അണക്കെട്ടായി മാറും കിരു പ്രോജക്റ്റ്. പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യയുടെ വലിയ ഒരു അവകാശ പ്രഖ്യാപനം കൂടിയാണിത്. പാകിസ്ഥാൻ്റെ തടസ്സവാദങ്ങളൊന്നും ഇനി നിലനിൽക്കില്ല എന്ന ഉറപ്പാണ്. കാരണം അത്തരം തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടൊന്നും ഒരു രീതിയിലും ഉള്ള ഫലം പാകിസ്ഥാന് ഉണ്ടായില്ല. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇത് മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ്റെ ഇറക്കുമതി നിർത്തിയതും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇത് നിർത്തലാക്കിയത് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണിത്. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ചേർന്ന് ഇപ്പോൾ വാക്സിൻ നിർമ്മാണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. പക്ഷേ ഇത് വളരെ മെച്ചമാർന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണിത്. 2031 ഈ പദ്ധതി പൂർത്തീകരിക്കാം എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെയധികം സങ്കീർണമാണ്. മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഏറെ ബുദ്ധിമുട്ടിലാണ് പാകിസ്ഥാൻ. അതോടൊപ്പം തന്നെ ഈ പദ്ധതി, സൗദി അറേബ്യയുമായിട്ടുള്ള പദ്ധതി വിജയിക്കണമെങ്കിൽ 30 കോടിയിലധികം ഡോസുകളെങ്കിലും നിർമ്മിക്കേണ്ടതുണ്ട്. ഇത് നിർമ്മിക്കുവാനുള്ള ശേഷിയും നിലവിൽ പാകിസ്ഥാന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തികമായ നിലനിൽപ്പും വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമയം കൂടിയാണിത്. പാകിസ്ഥാന് സ്വയം വരുത്തിവെച്ച വിനയാണ്. എല്ലാ കാലത്തും ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യക്കെതിരെ ഈ ഭീകരവാദികളെ അയക്കുകയും ചെയ്തുകൊണ്ട് പാകിസ്ഥാന് മുന്നോട്ട് പോകാം എന്നാണ് പാകിസ്ഥാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ ധാരണയൊക്കെയും അസ്ഥാനത്തായിരുന്നു. ഇന്ത്യയിൽ കരുത്തുറ്റ ഒരു ഭരണകൂടം വന്നതോടുകൂടി പാകിസ്ഥാന് ഇപ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ അഗ്രികൾച്ചർ പ്രോജക്റ്റ്, പാകിസ്ഥാൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെയാണ് സിന്ധുവിൻ്റെ പടിഞ്ഞാറൻ നദികൾ. ഈ നദികളിൽ വലിയ പദ്ധതികൾ വരുന്നതോടുകൂടി തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇതൊരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. അതോടൊപ്പം പാകിസ്ഥാനിൽ ഈ രീതിയിൽ അവിടുത്തെ വാക്സിൻ കൂടി ഇല്ലാതാകുന്നതോടുകൂടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ വൈദ്യശാസ്ത്ര രംഗവും തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയം കൂടിയായി മാറുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സാമ്പത്തികമായും വൈദ്യശാസ്ത്രപരമായിട്ടും അതല്ലാതെ കാർഷികമായിട്ടും വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രോജക്റ്റുകൾ നിലവിൽ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.